ഒരു ഫുട്ബോൾ ആരാധികയാണോ? അല്ല അല്ല. അല്ല ഇത് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു ഫുട്ബോൾ ആരാധനയൊന്നുമില്ല, പക്ഷെ കളി കാണാൻ വേണ്ടി വന്നേക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ന് അവധി ദിനം ആയതുകൊണ്ടാണ് കളി കാണാൻ വന്നേക്കുന്നത്? മഞ്ഞയൊക്കെയാണ് വന്നേക്കുന്നത്. അങ്ങനെയല്ല, ഒരു പ്രത്യേക കളിയാണ് ഇത് എനിക്ക്. കാരണം എന്റെ മകനാണ് ആരാധകൻ, ഭ്രാന്തനാണ് അവൻ. റൊണാൾഡോയെ വേണോ ഉമ്മച്ചിയെ വേണോ എന്ന് ചോദിച്ചാൽ റൊണാൾഡോയെ മതി എന്ന് പറയും. അങ്ങനെ എനിക്ക് ഇഷ്ടം വന്നതാണ് ഈ ഫുട്ബോളിനോട്. ആള് ബോൾ ബോയ് ആയിട്ട് നിപ്പുണ്ട്. ഭാവിയിൽ ഇതുപോലെ എന്റെ മോനും ഇറങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്നതാണ്. ഞങ്ങളും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും കുഞ്ഞു കുട്ടികളുടെയൊക്കെ ആഗ്രഹം അടക്കം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബോൾ ബോയ് ആയിട്ട് ആ കുട്ടി അവിടെയുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യൻ ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു ദേശീയ ടീമിലേക്ക് അടക്കം വരാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു വഴി തുറക്കുന്ന ഒരു വലിയ ഒരു പാത കൂടിയാണ് സൂപ്പർ ലീഗ് കേരള. അതുപോലെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ആഭ്യന്തര ടൂർണമെന്റുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട്? എന്താ ആവേശം? പിന്നെ ഭയങ്കര ആവേശമല്ലേ. നമ്മളെ കൊമ്പൻസിന്റെ ടീമല്ലേ നമ്മള്. കളി കണ്ണൂര് നല്ല ശക്തമായ ടീമാണ്. എങ്കിലും കൊമ്പൻസ് ജയിക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം സെമിയിൽ പോയത് വളരെ സങ്കടം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കപ്പടിക്കും. നമ്മളെ ടീം തന്നെ, നമ്മളെ ടീം. കൊമ്പൻസ് അപ്പൊ എല്ലാവരും വലിയ ആവേശത്തിലാണ്. അല്പസമയത്തിനകം 7:30 മത്സരം തുടങ്ങും. രണ്ട് ടീമുകളും ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വാമപ്പടക്കം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രസീലിയൻ കരുത്തുമായിട്ട് ട്രിവാൻഡ്രം കൊമ്പൻസ് ഇറങ്ങുമ്പോൾ മറുവശത്ത് സ്പാനിഷ് കരുത്തുമായി, ഒരു കാറ്റലോണിയൻ കരുത്തുമായിട്ട് കണ്ണൂർ വാരിയേഴ്സും ഇറങ്ങുന്നു. കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളായിട്ടുള്ള കണ്ണൂർ വാരിയേഴ്സ് 3ാം സ്ഥാനത്തായിരുന്നു. 4ാം സ്ഥാനത്തായിരുന്നു ട്രിവാൻഡ്രം കൊമ്പൻസ്. ഇത്തവണ എന്തായാലും അവരുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. ട്രിവാൻഡ്രം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും കഴിഞ്ഞ തവണ 2 മത്സരങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ മത്സരം സമനിലയിൽ പോവുകയും 2ാം മത്സരത്തിൽ 2-1 ട്രിവാൻഡ്രം കൊമ്പൻസ് ജയിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും അതിന് പകരം വീട്ടുമോ കണ്ണൂർ എന്ന് കണ്ടറിയാം. അല്ലെങ്കിൽ കഴിഞ്ഞ ജയം ഇത്തവണയും ട്രിവാൻഡ്രം കൊമ്പൻസ് ആവർത്തിക്കുമെന്നുള്ളതൊക്കെ അല്പസമയത്തിനകം അറിയാം. എന്തായാലും വലിയ കൂട്ടം കാണികൾ ഈ മത്സരം കാണാനായിട്ട് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും മത്സരം അല്പസമയത്തിനകം തുടങ്ങും.